ആലപ്പുഴ കരുവാറ്റയിൽ 8ാം ക്ലാസ്സുകാരിയുടെ കൊട്ടേഷനിൽ വയോധികനെ 3 കൗമാരക്കാർ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാനാണ് പോലീസിന്റെ നീക്കം. 16നും 18നും മധ്യ പ്രായമുള്ളവർ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ അവരെ മുതിർന്ന കുറ്റവാളികളായി പരിഗണിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. ഇതിനായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോടെയാണ് നടപടിക്രമങ്ങൾ നടത്തുന്നത്. പ്രതികളുടെ ജീവിത സാഹചര്യം, മുമ്പ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, കൊലപാതകം നടത്തിയ രീതി തുടങ്ങിയവ പരിഗണിച്ച് നിയമോപദേശം തേടി മുന്നോട്ട് പോകാനാണ് പോലീസ് നീക്കം നടക്കുന്നത്. അജയ് നാഥ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അജയ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിനെ ആകെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് നമ്മളിലേക്ക് എത്തിയത്. 13-കാരിയുടെ കുബുദ്ധിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും തോന്നിയ ഒരു കാര്യം അതിലേക്ക് ഇങ്ങനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെയാണ് നമ്മുടെ കേരളം കാണേണ്ടത് എന്ന സംശയം നമ്മളിലൊക്കെ ഞെട്ടൽ ഉളവാക്കിയതാണ് എന്നുള്ളതാണ്. എന്തായാലും കേസിലെ കുറ്റാരോപിതർ 3 പേരും നിലവിൽ മായത്തറയിലെ സംരക്ഷണ കേന്ദ്രത്തിലാണ്. ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് അജയ്? എന്താണ് പോലീസ് അന്വേഷണ സംഘം എന്താണ് പറയുന്നത്? അശ്വതി, ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുറ്റാരോപിതരുടെ പ്രായമാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതായത് പ്രായപൂർത്തിയാകാത്തവരാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയിലേക്കുള്ള ഈ പ്രായപൂർത്തിയാകാത്തവർ കൊല ചെയ്താൽ പോലും ശിക്ഷിക്കപ്പെടില്ല എന്നൊരു പ്രചാരണം വലിയ നിലയിൽ പൊതുസമൂഹത്തിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിനെ ഇത്തരത്തിലേക്ക് ഒരു നിലപാട് സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോട് തന്നെ കുറ്റാരോപിതരെ മുതിർന്നവരായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനാണ് നിലവിൽ പോലീസ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികളുമായി വിശദമായ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. വിരലടയാളം ഉൾപ്പെടെ ശാസ്ത്രീയ അന്വേഷണത്തിലെ വിവരങ്ങളും വീട്ടിനുള്ളിൽ ഇവർ കയറിയ രീതി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പെൺകുട്ടിയിൽ നിന്നും ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഇവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിൽ തന്നെ ഇവരുടെ ഈ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് ഇനിയും തുടർന്നുള്ള ഇത്തരം കേസുകൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് ഈ നിലയിൽ പ്രായമുള്ള കുട്ടികൾ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണമായി ഈ കേസ് മാറരുത്. അതുകൊണ്ട് തന്നെ ആ നിലയിലാണ് പോലീസ് ഈ കേസിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് കുറ്റാരോപിതരെ മുതിർന്നവരായി പരിഗണിച്ച് കൃത്യമായ വിചാരണ നടത്തുവാനും അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുമുള്ളൊരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. കൊല്ലപ്പെട്ടയാളുമായി ബന്ധപ്പെട്ട് ചില അലിഗേഷനുകൾ ഈ പെൺകുട്ടി മൊഴി നൽകിയതിന്റെ ഭാഗമായി പൂരിപ്പിച്ചിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടിക്ക് നിരവധിയായിട്ടുള്ള ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരെ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച ഇവരുടെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ ഒരു മറ്റുള്ള തരത്തിലേക്ക് ഇത് അനുകരിക്കാൻ പാടില്ലാത്ത തരത്തിലേക്കും ഈ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃക സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ കേസിനെ മാറ്റി തീർക്കുവാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ നിയമോപദേശം തേടിയതിനു ശേഷം ഈ കേസിൽ കൃത്യമായ ഒരു ഇടപെടൽ പോലീസ് മുന്നോട്ട് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഈ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന കാര്യമുണ്ടായിരുന്നു. എന്തായാലും ഈ കേസ് സമഗ്രമായി തന്നെ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്രമീകരണമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതിന് നിയമോപദേശം തേടും. അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.